ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. പോരാത്തതിന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെയിറ്റ് ലോസ് കുറച്ച് എന്താ പറയുക മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു ബിസ്ക്കറ്റും കൂടിയാണ്. അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ നല്ലൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് പൊളിഞ്ഞതിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പിൽ താഴെയാണ് എടുത്തിട്ടുള്ളത് നിലക്കടല. ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് അറിയുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഇതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത പീനട്ടിൽ നിന്ന് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഒരു തുണിയിലിട്ടിട്ട് ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്താൽ കിട്ടും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് 1/4 കപ്പ് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എത്രത്തോളം പീനട്ട് എടുത്തിട്ടുണ്ട് അത്ര തന്നെ പഞ്ചസാര എടുക്കുക. ഒരു 1/4 കപ്പ് തന്നെ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. തരിപ്പായിട്ട് നൈസായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇപ്പോൾ അതാ പീനട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഓയിലൊക്കെ വന്നിട്ട് പഞ്ചസാര ഒന്ന് മിക്സായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് എല്ലാവരും വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. പാലൊരിക്കലും ഒഴിക്കരുത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 2-3 നുള്ള് ബേക്കിംഗ് പൗഡറാണ്. അത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ഞാൻ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പീനട്ടിൽ അല്പം ഉപ്പുണ്ട്. നിങ്ങളെ പീനട്ടിൽ ഉപ്പില്ലെങ്കിൽ ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, ഓൾറെഡി പീനട്ടിൽ ഉപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ നല്ല കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയത് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. അളവ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1/4 കപ്പ് പീനട്ട്, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ ഓയിലും, പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടണം, ഇതേപോലെ ഒന്ന് കിട്ടണം. 2 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ പൊടിയുന്നുണ്ടെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ട്. ഇതേപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതിനെ അവിടെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത പീനട്ടിൽ നിന്ന് കുറച്ച് ഞാനിപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കയ്യിലുണ്ടെങ്കിൽ വെളുത്ത എള്ളുണ്ടാവുമല്ലോ, അതിട്ട് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ മതിയാകും. നമ്മുടെ ഇതിനനുസരിച്ചിട്ട് എടുത്തെടുത്താൽ മതി കേട്ടോ. ഇത് കയ്യിലില്ലെങ്കിൽ കറുത്ത എള്ളെടുത്താലും മതി. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിട്ടുള്ള പൊടിയിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഇത്രയും വണ്ണത്തിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡോ ഇതിലോട്ട് ഒന്ന് മുക്കി കൊടുക്കാം. ഒരു സൈഡ് മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ 2 സൈഡും എടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് ഒന്നും കൂടി പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബോക്സ് പോലെ സ്ക്വയറിലൊന്ന് ആക്കി കൊടുക്കുക. കത്തി വെച്ചിട്ട് ഈ 4 സൈഡിലും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ബോക്സ് ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം ആക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, ഒരു വലിയ പാത്രത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പാത്രം അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ എല്ലാ വീട്ടിലും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എയർ ഫ്രയർ, ഇപ്പം ഞാൻ അതിലാണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. ഇത്രയും നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 160-ൽ ഒരു 5-6 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. ടൈം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഡിഗ്രി അധികം കൂട്ടിക്കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോകും, വശം വെന്തും കിട്ടില്ല. അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്ത് കാണിക്കാം. ഇതിലും ചൂടോട് നമുക്ക് ഇതെടുക്കാൻ പാടില്ല. ഇപ്പം ഞാൻ തന്നെ അത് കൈവച്ചിട്ടൊന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ചൂട് പൂർണ്ണമായിട്ടും ആറിയതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് എടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതാ ചൂടോടെ എടുക്കുമ്പോൾ എനിക്കൊന്ന് പൊടിഞ്ഞ് കിട്ടി. പോരാത്തത് ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് ഒട്ടും തന്നെ ഓയിലൊന്നും ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണേ. അല്പം ഒരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ടാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇളകി വരും. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ കുറച്ച് പീനട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയാക്കാം. പോരാത്തത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ സന്തോഷമാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയാൽ ഇതിൻ്റെ രുചിയൊക്കെ അറിയാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി.